ഗുഡ് ഈവനിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. എറണാകുളം കാലടി ശ്രീമൂല നഗരത്തിൽ ഗുണ്ടാ ആക്രമണം. കോൺഗ്രസ് പ്രവർത്തകൻ സുലൈമാൻ ഉൾപ്പെടെ നിരവധി പേർക്ക് വെട്ടേറ്റു. കാറിലെത്തിയ 6 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഇത് ഒരു ഗുണ്ടാ ആക്രമണമാണോ അതോ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. ക്രിസ്ത്യന, ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സുലൈമാനും സുഹൃത്തുക്കളും നിൽക്കുന്നിടത്തേക്ക് ഒരു കാറിലെത്തി 6 അംഗ സംഘം ചാടി ഇറങ്ങി ഈ ഒപ്പമുണ്ടായിരുന്നവരെ വടിവാൾ ഉയർത്തി ഭീഷണിപ്പെടുത്തിയും ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു മൂടിച്ചു. ശേഷം സുലൈമാനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ചവിട്ടി വീഴ്ത്തി, കമ്പി വടിക്ക് അടിച്ചു വീഴ്ത്തി, തുടർന്ന് തറയിലിട്ട് ചവിട്ടിയ ശേഷം വെട്ടുകയാണ്. വടിവാൾ ഉപയോഗിച്ച് വെട്ടുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ശ്രീമൂല നഗരം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് സുലൈമാൻ, കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അല്പസമയം മുമ്പ് 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഗുരുതര പരിക്കേറ്റ സുലൈമാൻ നിലവിൽ രാജഗിരി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ ആക്രമണത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് രാഷ്ട്രീയമാണോ അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാരണമാണോ എന്നുള്ളതിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഗുണ്ടകൾ ഈ എറണാകുളത്തെ റൂറൽ മേഖലയിൽ അഴിഞ്ഞാടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ സംഭവമെന്ന് നാളെ ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണം കൂടുതൽ നടക്കുമ്പോഴേ അറിയാൻ സാധിക്കും. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീകാന്താണ്. UAE-യിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ ഓൺലൈൻ പഠനത്തിലേക്ക് മാറാൻ നിർദ്ദേശം. രാജ്യത്ത് വീണ്ടും പരക്കെ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. നാളെ രാത്രി മുതൽ അലൈൻ, അബുദാബി എന്നിവിടങ്ങളിൽ ആദ്യം മഴ ലഭിക്കും. പിന്നീട് ദുബായ്, ഷാർജ, ഉമ്മൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫിജേറ എന്നിവിടങ്ങളിലേക്കും മഴ വ്യാപിക്കും. കഴിഞ്ഞ 2 ദിവസമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പരക്കെ മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം എന്നിവ സംയുക്ത യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാവിധ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ മാസം 16-ന് രാജ്യത്ത് പെയ്തതുപോലെ അതിശക്തമായ മഴ ഉണ്ടാകില്ല എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ ഓൺലൈൻ പഠനം പ്രഖ്യാപിച്ചു. 24 ദുബായ്. കെനിയയിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 50 കടന്നു. കനത്ത മഴയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലാണ്. പ്രളയം തകർത്ത മത്താരേശ്ശേരിയിൽ നിന്ന് 24 പ്രതിനിധി ഷെറി യോഹന്നാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ കെനിയയിലെ പ്രളയവും മഴയും ഒരുപാട് ബാധിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ മിക്ക വീടുകളും ഈ വെള്ളം കാരണം തകർന്നിരിക്കുകയാണ്. കാരണം ഇതൊരു മഴയത്ത് വന്നു കയറിയിരിക്കുന്ന ഒരു വെള്ളമാണ്. ഇതെല്ലാം ഇവിടെ കാണുന്ന വീടുകളെല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ താമസിക്കുന്ന ജേക്കബ് ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് പറയും. ഹായ്, ദിസ് ഇസ് മദാരെ, ദാറ്റ് ഈസ് ഇസ്ലാം, ദാറ്റ് ഈസ് ഇൻ നൈറോബി, Kenya. This is the effect and the aftermath of the floods. People are living here and they no longer have houses to live on. There were children here that are now camping at the nearby schools. So the situation is pathetic, but we are hopeful that things will get better. So the other area, this is one of the areas that was affected, but the whole of Madare area, the people living around the rivers were really affected with this flood. But we are hopeful that things will be okay, things will be better. താങ്ക് യു ജേക്കബ്. ഇത് മത്താരെ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ നമ്മുടെ മലയാളികൾ താമസിക്കുന്ന വെസ്റ്റ്ലാൻഡ്സ്, പാർക്ക്ലാൻഡ്സ് എന്ന് പറയുന്ന സൈഡിലൊന്നും വലിയതായിട്ട് ബാധിച്ചിട്ടില്ല. ഇവിടെ ഏകദേശം 120 മരണത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളികളെല്ലാം സുരക്ഷിതമായിട്ടിരിക്കുന്നു അവരവരുടെ ജോലികളിൽ. ഷെറി, 24 കെനിയ. UAE-യിൽ അടുത്ത മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ വില നേരിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും.
മെയ് മാസത്തേക്കുള്ള ഇന്ധനവില രാജ്യത്തെ ഫ്യുവൽ പ്രൈസിംഗ് കമ്മിറ്റിയാണ് പുറത്തുവിട്ടത്. പെട്രോൾ വിലയിൽ തുടർച്ചയായ 2ാം മാസവും വർധനവാണ് അധികൃതർ വരുത്തിയിരിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് 19 ഫിൽസ് വീതമാണ് ഇത്തവണ വർദ്ധിപ്പിച്ചത്. ഇതോടെ സൂപ്പർ പെട്രോളിന്റെ വില 3 ദിർഹം 15 ഫിൽസിൽ നിന്നും 3 ദിർഹം 34 ഫിൽസ് ആകും. സ്പെഷ്യൽ പെട്രോൾ വില 3 ദിർഹം 22 ഫിൽസായും ഇ+ന്റെ വില 3 ദിർഹം 15 ഫിൽസായുമാണ് വർദ്ധിക്കുക. അതേസമയം ഡീസൽ വില നേരിയ തോതിൽ കുറയും. 3.9 ദിർഹത്തിൽ നിന്നും 3.7 ദിർഹമായാണ് ഡീസൽ വില കുറയുക. 2015 മുതൽ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയ്ക്ക് അനുസൃതമായാണ് UAE പെട്രോൾ ഡീസൽ വില നിശ്ചയിക്കുന്നത്. ഇതിനായി ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേക കമ്മിറ്റിയും രാജ്യത്ത് നിലവിലുണ്ട്. 24 ദുബായ്. റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അയച്ച കൊല്ലം സ്വദേശിയുടെ മൃതദേഹം അധികൃതരുടെ അനാസ്ഥ മൂലം മണിക്കൂറുകളോളം മുംബൈയിൽ കുടുങ്ങിയതായി പരാതി. ഇന്ന് രാവിലെ 7:45 എത്തേണ്ട മൃതദേഹം രാത്രിയോടെയാണ് തിരുവനന്തപുരത്തെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊല്ലം കൽത്തുരുത്തി സ്വദേശി സുധീർ അബൂബക്കർ റിയാദിൽ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞത്. സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടിന്റെ നേതൃത്വത്തിലായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇതുപ്രകാരം റിയാദിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി 7:40 AI 922 നമ്പർ എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം മുംബൈ വഴി തിരുവനന്തപുരത്തേക്ക് അയക്കുകയും ചെയ്തു. മരണമടഞ്ഞ സുധീറിന്റെ സഹോദരൻ സുബൈറും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 5:45 മുംബൈയിൽ നിന്ന് പുറപ്പെട്ട് കാലത്ത് 8:10 തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലായിരുന്നു വിമാനത്തിന്റെ സമയക്രമം. ഇതുപ്രകാരമാണ് നാട്ടിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയത്. മുംബൈയിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ സഹോദരൻ സുബൈർ വിമാന കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ട് മൃതദേഹം കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് മാറ്റിയോ എന്ന് ആരായുകയും അതേ എന്ന് ഉറപ്പു ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിമാനം തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാണ് മൃതദേഹം വിമാനത്തിൽ കയറ്റിയിട്ടില്ലെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നതെന്ന് റിയാദിലെ സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് 24നോട് പറഞ്ഞു. ഇന്ന് രാവിലെ 8 മണിക്ക് എത്തേണ്ട ബോഡി രാത്രി 9 മണിക്കാണ് എത്തിയത്. ആയതിനാൽ ബന്ധുക്കൾക്കൊക്കെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. നാളെ അവർ വരണം. ഇപ്പോഴും എംബാം ചെയ്ത ബോഡി രാത്രിയിൽ അടക്കാൻ കഴിഞ്ഞില്ല. അപ്പം തൽക്കാലം ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊല്ലത്തിനും കല്ലമ്പലത്തിനും ഇടയ്ക്കുള്ള ഒരു മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി നാളെ അടക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇത്തരം പാകപ്പിഴകൾ ഒഴിവാക്കാൻ വേണ്ടി അധികൃതർ ഇനി വരുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കണം. ഡെഡ് ബോഡിയോട് കൂടുതൽ ആദരവും ബഹുമാനവും കൊടുക്കണം. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. 15ാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന് നാളെ തുടക്കമാകും. ഷാർജ എക്സ്പോ സെന്ററിൽ മെയ് 12 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ നിരവധി പ്രസാധകർ പങ്കെടുക്കും. 2ാമത് ആനിമേഷൻ കോൺഫറൻസിനും നാളെ തുടക്കമാകും. UAEയുടെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന ഷാർജ അറിവിന്റെയും വായനയുടെയും കൗതുകലോകം കുരുന്നുകൾക്ക് മുന്നിൽ നാളെ മുതൽ തുറന്നിടും. ഷാർജ എക്സ്പോ സെന്ററിൽ 12 ദിവസങ്ങളിലായാണ് മേള നടക്കുക. വൺസ് അപ്പോൺ എ ഹീറോ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ മേള നടക്കുന്നത്. 100-ലധികം അറബ് പ്രസാധകർ ഉൾപ്പെടെ 200ഓളം പ്രസാധകർ ഇത്തവണ പങ്കെടുക്കാനെത്തും. ഇന്ത്യയിൽ നിന്ന് 8 പുസ്തക പ്രസാധകരാണ് എത്തുക. 1400-ലധികം വിവിധ പരിപാടികളാണ് മേളയിൽ ഒരുക്കുന്നത്. 25 രാജ്യങ്ങളിൽ നിന്ന് 260-ലധികം പ്രമുഖരും മേളയുടെ ഭാഗമാകാനെത്തും. ഒപ്പം ആനിമേഷൻ, കാർട്ടൂൺ മത്സരങ്ങൾ ഉൾപ്പെടെ വിവിധ വിനോദ വിജ്ഞാന പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഷാർജ ചിൽഡ്രൻസ് ബുക്ക് ഇലസ്ട്രേഷൻ അവാർഡ്, ഷാർജ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ്, ഷാർജ ഓഡി ബുക്ക് അവാർഡ് എന്നിവ കൂടാതെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ഷാർജ ബുക്സ് അവാർഡും പുതിയ പതിപ്പിൽ സമ്മാനിക്കും. വായനോത്സവത്തോടൊപ്പം 2ാമത് ആനിമേഷൻ കോൺഫറൻസിനും നാളെ തുടക്കമാകും. മെയ് 5 വരെയാണ് ആനിമേഷൻ കോൺഫറൻസ് നടക്കുക. 24 ദുബായ്. കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈക്ക മുബാറക് അൽ കബീർ ഗവർണറേറ്റിന്റെ പുതിയ ഗവർണർ ഷെയ്ഖ് ബദർ സബാഹ് അൽ സലീം അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണർക്ക് ആശംസകൾ നേർന്ന ആദർശ് സ്വൈക്ക ഗവർണറേറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കോഫി പൗഡർ ഉപയോഗിച്ച് ഏറ്റവും നീളം കൂടിയ പെയിന്റിംഗ് ഒരുക്കി വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി ദുബായിലെ ആർട്ട് ഗാലറി. ദുബായിലെ ആർട്ട് ഫോർ യു ഗാലറിയുടെ നേതൃത്വത്തിലാണ് ഏറ്റവും നീളം കൂടിയ പെയിന്റിംഗ് ഒരുക്കിയത്. 41 കലാകാരന്മാർ ചേർന്നാണ് വ്യത്യസ്തമായ ഭീമൻ കോഫി ചിത്രം ദുബായിൽ തത്സമയം ഒരുക്കിയത്. കോഫിയുടെ ഉത്ഭവവും അതിന്റെ വൈവിധ്യങ്ങളും, കോഫി വിവിധ രാജ്യങ്ങളിൽ പ്രചാരം നേടിയതിന്റെ കഥകളും, പ്രകൃതിയിലെ മനോഹര കാഴ്ചകളുമെല്ലാം പെയിന്റിംഗിന് വിഷയമായി. ഇന്ത്യ, റഷ്യ, ഫ്രാൻസ്, UAE, ഫിലിപ്പീൻസ് തുടങ്ങിയ 14 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ 1.5 മണിക്കൂർ കൊണ്ടാണ് കൂറ്റൻ ചിത്രമൊരുക്കി റെക്കോർഡ് സ്വന്തമാക്കിയത്.
ദുബായ് ആർട്ട് പോയിന്റ് ഗാലറി നടന്ന ചടങ്ങിൽ ഒഫീഷ്യൽ വേൾഡ് റെക്കോർഡ് അധികൃതർ വേൾഡ് റെക്കോർഡ് രേഖകൾ കൈമാറി. മലയാളിയും ആർട്ട് 40 ഗാലറി ഫൗണ്ടറുമായ ക്യൂറേറ്റർ ജെസ്റ്റോ ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു കോഫി ആർട്ട് മാരത്തോൺ എന്ന വേറിട്ട പരിപാടി നടന്നത്. ഏറ്റവും വലിയ ലൈവ് കോഫി പെയിന്റിംഗ് സംഘടിപ്പിച്ചതിന് ജെസ്റ്റോ ജാക്സണും റെക്കോർഡിന് അർഹയായി. 24 ദുബായ്. സുരക്ഷാ ഉപകരണങ്ങളുടെ സേവന വിൽപ്പന രംഗത്തെ പ്രമുഖരായ ഗോൾഡൻ സെക്യൂരിറ്റി ട്രേഡിംഗ് കമ്പനിയുടെ 5ാമത് ശാഖ മദീനയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. മദീന അൽ ഖുർബാൻ സ്ട്രീറ്റിലാണ് ഗോൾഡൻ സെക്യൂരിറ്റി ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ശാഖ പ്രവർത്തിക്കുന്നത്. സുരക്ഷാ ഉപകരണങ്ങളുടെ മൊത്ത വ്യാപാര മേഖലയിൽ സജീവ സാന്നിധ്യമായ സ്ഥാപനത്തിന്റെ 5ാമത്തെ ശാഖയാണിത്. മാനേജിംഗ് പാർട്ണർ ഖലീൽ മുഹമ്മദിന്റെ മാതാവ് ഫൈസ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റിയാദിലെ പോലെ തന്നെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ മദീനയിലും സെക്യൂരിറ്റി ഉപകരണങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുമെന്ന് ഗോൾഡൻ സെക്യൂരിറ്റി കമ്പനി സ്ഥാപകനും സിഇഒയുമായ സാബിർ അലി, ജനറൽ മാനേജർ അയ്യൂബ് എന്നിവർ അറിയിച്ചു. റിയാദിലെ മലാസ് ഏരിയയിലാണ് ഞങ്ങളെ ഹെഡ് ഓഫീസ് ഉള്ളത്. അവിടെയാണ് ഞങ്ങളെ മെയിൻ ഷോറൂം, അതായത് ഫസ്റ്റ് ഷോറൂം അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത്. കസ്റ്റമേഴ്സിന് വളരെ വിലക്കുറവിൽ സെക്യൂരിറ്റി ക്യാമറാസ്, അതേപോലെ ആക്സസറീസ്, കണക്ടേഴ്സ്, അഡാപ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, അലാം സിസ്റ്റംസ്, ഡോർ ആക്സസ് കൺട്രോൾ സിസ്റ്റംസ്, എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ അവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ്. എല്ലാ ആക്സസ് സർവീസുകളും ഉണ്ട്. അതായത് ഞങ്ങളുടെ CCTV നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ഓൾ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ എല്ലാ ആക്സസ് സർവീസുകളും ഞങ്ങളുടെ അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ആവശ്യമായിരുന്നു മദീനയിൽ നിങ്ങളൊരു ഷോറൂം തുറക്കണം എന്നുള്ള. എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കാർഗോ വിട്ടുകൊണ്ടിരിക്കുന്നത് റിയാദിൽ നിന്ന്. ഇൻഷാ അല്ലാ ഈ വർഷം തന്നെ ഞങ്ങളുടെ 2 ഷോറൂം കൂടി അടുത്തതായി ഉദ്ഘാടനത്തിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സീനിയർ ടെക്നീഷ്യൻ ഹക്കീം, സുലൈമാൻ, അഫ്സൽ, ഷൻസ, സാബിർ അലി, അജ്മൽ എന്നിവരും ജീവനക്കാരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സെക്യൂരിറ്റി ഉപകരണങ്ങളുടെ ലോകോത്തര ബ്രാൻഡായ ഹൈക്ക് വിഷന്റെ സൗദിയിലെ വിതരണക്കാരാണ് ഗോൾഡൻ സെക്യൂരിറ്റി കമ്പനി. CCTV ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റം സർവീസ് ഇൻസ്റ്റാളേഷൻ മേഖലയിൽ ദീർഘകാലത്തെ പ്രവർത്തന പരിചയം കമ്പനിക്കുണ്ട്. സൗദിയിലെ നിരവധി പ്രമുഖ കമ്പനികൾക്ക് ഇൻസ്റ്റാളേഷൻ, മെയിന്റനൻസ് സേവനം നൽകി വരുന്നുണ്ട്. റിയാദിലെ മലസ്, റിയാദ്, അൽബത്ഹ, ഖസീം, ബുറൈദ, ഹായിൽ എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജിദ്ദ, ദമാം, ഖമീസ് മുഷൈത്ത് എന്നിവിടങ്ങളിലും ഗോൾഡൻ സെക്യൂരിറ്റി കമ്പനിയുടെ ശാഖകൾ ഉടൻ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് അബു ഹലീഫ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിമാസ പുസ്തക ആസ്വാദനം സംഘടിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് സന്തോഷ് KGയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കലാ കുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട ആശംസ അർപ്പിച്ചു. ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന പുസ്തകം മെഹബുള്ള സീസൈഡ് യൂണിറ്റ് അംഗം ജോബിൻസ് ജോസഫ് പരിചയപ്പെടുത്തി. കൊടും ചൂടിനിടെ സംസ്ഥാനം അതിഗുരുതര വൈദ്യുതി പ്രതിസന്ധിയിൽ. നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് KSEB സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മറ്റന്നാൾ ചേരുന്ന ബോർഡ് യോഗം തീരുമാനമെടുക്കുമെന്ന് വൈദ്യുതി മന്ത്രി അറിയിച്ചു. 113.15 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ വൈദ്യുത ഉപഭോഗം. വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി മുടക്കവും പതിവായതോടെ പലയിടത്തും ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ചൂട് കൂടിയതിന് പിന്നാലെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും കുതിച്ചുയർന്നു. 113.15 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത 5646 മെഗാവാട്ടായി ഉയർന്നു. 88.45 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ പുറത്തുനിന്നും എത്തിച്ചത്. ഉപയോഗം വർദ്ധിച്ചതോടെ പ്രസരണ വിതരണ മേഖല പ്രതിസന്ധിയിലായി. സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമായി. ഇതോടെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മെയ് 2 ചേരുന്ന ഉന്നതതല യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി 24നോട് പറഞ്ഞു. 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പവർ സിറ്റുവേഷൻ്റെ സാഹചര്യം എന്താണെന്ന് വിലയിരുത്താൻ. അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ടാവും. അവിടെ വെച്ചിട്ട് ഒരു തീരുമാനം ആലോചിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം പറയുന്നുണ്ടാവും. ലോഡ് കൂടുതലാകുമ്പോൾ പവർ ഡ്രിപ്പാകുന്നത്, സബ്സ്റ്റേഷനൊക്കെ ഡ്രിപ്പാകും. ഡ്രിപ്പാകുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ 1 മണിക്കൂർ വേണ്ടിവരും. ഇതാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ നടക്കുന്നത്. പീക്ക് സമയമായ വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെ ഉപയോഗം വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇത് ട്രാൻസ്ഫോർമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകാനും ഇടയാക്കുന്നു. വൈദ്യുതി മുടങ്ങാൻ കാരണം ഇതാണ്. ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ മണിക്കൂറുകൾ വേണം. പുറത്തുനിന്നും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാലും വിതരണ ശൃംഖല താറുമാറായാൽ നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്നാണ് ബോർഡിന്റെ നിലപാട്. അതേസമയം പലയിടങ്ങളിലും മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തെരുവിലിറങ്ങി. കൊച്ചിയിലും മലപ്പുറത്തും KSEB ഓഫീസ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമാണ്.
ഓവർലോഡാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്ന് KSEB അധികൃതർ ചൂണ്ടിക്കാട്ടി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പാലക്കാടിനും തൃശൂരിനും പുറമെ ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. അതിനിടെ ആലപ്പുഴ ചെട്ടിക്കാട് ഇന്നലെ കുഴഞ്ഞു വീണ് മരിച്ച യുവാവിന് സൂര്യാഘാതമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. പാലക്കാട് ചാലിശ്ശേരിയിൽ ഇന്ന് ഒരാൾക്ക് സൂര്യാഘാതമേറ്റു. അതേസമയം സംസ്ഥാനത്ത് പലയിടത്തും ഇന്ന് വേനൽ മഴ പെയ്തു. സംസ്ഥാനത്ത് അതിതീവ്രമായ ചൂട് അടുത്ത ദിവസങ്ങളിലും തുടരും. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്ന പാലക്കാട് ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ആലപ്പുഴയിൽ ആദ്യമായി രാത്രികാല ചൂട് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴയിൽ ഇന്ന് കുറഞ്ഞ താപനില സാധാരണയേക്കാൾ 4.2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനാണ് സാധ്യത. പകൽ സമയത്ത് ക്ലാസ് നടത്തുന്നത് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ കടുത്ത ചൂട് സമയത്ത് ക്ലാസുകൾ നടത്തുന്നതും ജോലി ചെയ്യിപ്പിക്കുന്നതും ഒക്കെ അത് കർശനമായി തന്നെ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ചെട്ടിക്കാട് ഇന്നലെ കുഴഞ്ഞു വീണു മരിച്ച സുഭാഷിന്റെ മരണം സൂര്യാഘാതമേറ്റാണെന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സൂര്യാഘാതമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയത്. ഉഷ്ണതരംഗത്തെ ഗൌരവത്തോടെ കാണണമെന്ന് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ 24നോട് പറഞ്ഞു. കനത്ത ചൂടിന് ആശ്വാസമായി തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും വേനൽ മഴ ലഭിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ജോലി തടസ്സപ്പെടുത്തിയെന്ന KSRTC ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുക്കില്ല. ഡ്രൈവർ യദു മോശമായി പെരുമാറിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കമ്മീഷണർക്കും DGPക്കും യദു പരാതി നൽകി. നിയമപരമായി നേരിടുമെന്ന് ആര്യ രാജേന്ദ്രനും വ്യക്തമാക്കി. വിഷയത്തെ ചൊല്ലി തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ വാക്കേറ്റമുണ്ടായി. KSRTC ഡ്രൈവർ യദു സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പെരുമാറിയെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം ശരിവയ്ക്കുകയാണ് പോലീസ്. ഡ്രൈവർ മോശമായി പെരുമാറിയതുകൊണ്ടാണ് ബസ് തടഞ്ഞതെന്നും അതിനാൽ ട്രിപ്പ് മുടങ്ങിയെന്ന പരാതിയിൽ കേസെടുക്കേണ്ടതില്ലെന്നുമാണ് പോലീസിന്റെ നിലപാട്. കോടതിയെ സമീപിക്കുമെന്ന വാർത്ത ഡ്രൈവർ യദു നിഷേധിച്ചു. ഇല്ല, ഇപ്പൊ ഇതിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മാത്രമേ കോടതി സമീപിക്കൂ. ബസ് തടഞ്ഞതിൽ മേയർ MLA ദമ്പതികൾക്കെതിരെ KSRTCയും നിയമ നടപടി സ്വീകരിക്കില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പിഴവില്ലാത്ത റിപ്പോർട്ട് നൽകണമെന്ന KSRTC വിജിലൻസ് ഓഫീസർക്ക് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. വിഷയത്തെ ചൊല്ലി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP CPM കൗൺസിലർമാർ ഏറ്റുമുട്ടി. യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രമേയം പാസാക്കി. കൗൺസിൽ യോഗത്തിന് ശേഷം വൈകാരികമായാണ് മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ ഒരുപക്ഷെ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാനൊരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. ആര്യ രാജേന്ദ്രനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ KSRTC ബസ് തടഞ്ഞ് മേയർക്കെതിരെ പോസ്റ്റർ പതിച്ചു. KSRTC ചീഫ് ഓഫീസിലേക്ക് TDF മാർച്ച് നടത്തി. മേയർക്കെതിരെ കേസെടുക്കണമെന്ന് KST എംപ്ലോയീസ് സംഘ് ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി മലയാളി താരം സഞ്ജു സാംസൺ. ഋഷഭ് പന്തിനൊപ്പം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത്. മൂന്ന് ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ലോകകപ്പിനുള്ള ടീമിനെ BCCI പ്രഖ്യാപിച്ചത്. രോഹിത് ശർമ്മ നായകനാവുന്ന ടീമിൽ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും സൂര്യകുമാർ യാദവും സ്ഥാനമുറപ്പിച്ചു. ഹാർദിക് പാണ്ഡ്യയാണ് ഉപനായകൻ. യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, ശിവൻ ദൂബെ എന്നിവരാണ് നിരയിലെ യുവ സാന്നിധ്യം. ഋഷഭ് പന്താണ് ഒന്നാം വിക്കറ്റ് കീപ്പർ. പന്തും സഞ്ജുവും ടീമിലേക്കെത്തിയപ്പോൾ KL രാഹുലിന്റെ സ്ഥാനം തെറിച്ചു.
പാണ്ഡ്യയ്ക്ക് പുറമെ ഓൾറൗണ്ടർമാരായി രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും പട്ടികയിലിടം നേടി. യുസ്വേന്ദ്ര ചാഹലും കുൽദീപ് യാദവുമാണ് എതിരാളികൾക്ക് സ്പിൻ കുരുക്ക് തീർക്കുക. സൂപ്പർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പിന്തുണയുമായി മുഹമ്മദ് സിറാജ് ടീമിൽ തിരിച്ചെത്തി. ഇടങ്കയ്യൻ പേസർ അർഷദീപ് സിംഗാണ് പേസർമാരിലെ മൂന്നാമൻ. അതേസമയം പ്രധാന വിക്കറ്റ് കീപ്പർ ആരാണെന്ന് സെലക്ടർമാർ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ സഞ്ജു 1ാം വിക്കറ്റ് കീപ്പറാകുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. രോഹിത്തിനൊപ്പം ജയ്സ്വാൾ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. കോഹ്ലി 3ാം നമ്പറിലെത്തും. തൊട്ടുപിന്നാലെ സൂര്യകുമാർ യാദവും പിന്നീട് സഞ്ജു അല്ലെങ്കിൽ പന്ത് ക്രീസിലെത്തും. ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ എന്നിവരാണ് റിസർവ് ബെഞ്ചിലുള്ളത്. ശ്രീശാന്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഒരു മലയാളി താരം ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ. 15-അംഗ പട്ടികയിൽ നിന്ന് പ്ലേയിങ് 11ലേക്കുള്ള പ്രൊമോഷനായി നമുക്ക് കാത്തിരിക്കാം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. കൂടിക്കാഴ്ച വിവാദത്തിൽ LDF കൺവീനർ EP ജയരാജൻ നിയമ നടപടി തുടങ്ങി. TG നന്ദകുമാർ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നൽകിയ അഭിമുഖങ്ങളിലൂടെ ഇവർ EP ജയരാജനെതിരെ അപവാദം പ്രചരിപ്പിക്കുകയാണെന്നും നോട്ടീസിൽ പറയുന്നു. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 8 വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം മെയ് 9 നടക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം നേരത്തെയാണ് ഇത്തവണ ഫലം പ്രഖ്യാപിക്കുന്നത്. ടാബുലേഷൻ, ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാ ഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് സജ്ജമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.